ചോദിച്ചപ്പോഴാണ് ശ്രീലക്ഷ്മി കാശ് തന്നിട്ടില്ല, ഞാനും കാശ് കൊടുത്തില്ല, അവളും കൊടുത്തില്ല, അപ്പൊ അവളുടെ ഇടാൻ പാടില്ലല്ലോ ന്യായം വെച്ചിട്ട്. അപ്പൊ ഉടനെ ഇയാൾ പറഞ്ഞു അത് ദാസേട്ടൻ പറഞ്ഞിട്ടാണ്. അപ്പൊ എന്റെ എന്തുകൊണ്ട് ഇട്ടില്ല, എന്റെ ഒരെണ്ണം ഇട്ട് പിന്നീട് ഇട്ടിട്ടില്ല. ശ്രീലക്ഷ്മിയുടെ 3 റീൽസ് ഇട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു പെണ്ണായിക്കോട്ടെ അല്ലെ ആണോ ആയിക്കോട്ടെ, ഇപ്പം തൻ്റെ കൂടെ ആണ് വന്ന് ഇങ്ങനെ പോയി തനിക്കൊരു അനുഭവം വന്നാൽ താൻ എന്താ ചിന്തിക്കുന്നത്? തനിക്ക് ഒരാൾക്ക് ഈക്വലായിട്ട് രണ്ടുപേരെ ഈക്വലായിട്ട് കൊടുക്കണ്ടേ? അയാളുടെ മാത്രമായിട്ട് തൻ്റെ ഇടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ചവിട്ടി ഒഴിവാക്കിയെന്നല്ലേ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ഞാനൊരു പെണ്ണാണ്, പുള്ളിക്കാരൊരു ആണാണ്. സ്വാഭാവികമായിട്ടും ക്യാമറാമാൻ പറഞ്ഞു ശ്രീലക്ഷ്മിയുടെ ദാസേട്ടൻ പറഞ്ഞിട്ടായിട്ട് എൻ്റെ ഇട്ടില്ലത്. അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ? അപ്പം ക്യാമറാമാൻ ഫോണിൽ കൂടെ ഒരു ചിരിച്ചിട്ട് പറഞ്ഞ് ദാസേട്ടനെ വർഷങ്ങളായിട്ട് ക്യാമറമാനാണ്, പുള്ളിക്കാരന് പ്രയോജനം ഉള്ളിടത്ത് പുള്ളിക്കാരൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് പറയും. ഇപ്പം നോർമലി അരിയാഹാരം കഴിക്കുന്നവൻ കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുന്നത്? എൻ്റെ ഭാഗത്തുനിന്ന് അയാൾക്കൊന്നും കിട്ടാനില്ല, അല്ലെ എൻ്റെ ഭാഗത്തൊന്നും ബെനിഫിറ്റ് ഒന്നും അയാൾക്കുണ്ടാകില്ല. അപ്പം ഉണ്ടാകുന്നവർക്ക് അയാൾ ഇട്ട് കൊടുത്തു, എനിക്ക് ഇട്ട് തന്നില്ല. പിന്നെ പറയാനാണെങ്കിൽ വേറെ ഉണ്ട് പറയാൻ, തലേന്ന് പോയ കാര്യങ്ങളും അവിടെയുള്ള കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. പക്ഷെ ഞാനത് ഇവിടെ വിളമ്പുന്നില്ല, കാരണം വിളമ്പിയ കൂട്ടത്തിൽ ഞാനും നാറും, നാറ്റക്കേസാകും. പിന്നെ ഞാനും കൂടെ നാറും. എന്തിനും ഞാൻ എൻ്റെ പല്ലിൻ്റെ അകത്ത് ഞാൻ നാറ്റിക്കുന്നതിൻ്റെ ആവശ്യമില്ല. പിന്നെ തലേന്നുള്ള എന്താണെന്ന് വെച്ചാൽ അവർക്കും ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് അവർക്കൊക്കെ അറിയാൻ പറ്റും എന്തായിരിക്കുമെന്ന്. അതിപ്പം ഞാൻ ആ ഇൻ്റർവ്യൂവിനും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു.